ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നേർച്ചകളോ വഴിപാടുകളോ അല്ലാഹുവിനല്ലാതെ അർപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഏകമതമായ ഇസ്ലാമിന്റെ അനുയായികളായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ദൈവങ്ങളുടെ അടുത്തും മക്ബറകളുടെ അടുത്തും സുജൂദ് ചെയ്യുകയും അവർക്ക് അല്ലാഹുവിനോട് മാത്രം ചെയ്യേണ്ട പ്രാർത്ഥന അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു മക്ബറയുടെ അടുത്ത് ഒരു മുസ്ലിം നാമധാരി സുജൂദ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ പാടുപെടുന്ന മുസ്ലിയാക്കന്മാർ മുസ്ലിം സമുദായത്തിന് നൽകിയ സേവനം. എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ ആശയമല്ല, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു സുന്നി അല്ലാഹുവിന്റെ അടുക്കലല്ലാതെ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവില്ലെന്ന് സമുദായത്തെ ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പഠിപ്പിച്ചവരാണ് ഇവർ. ഒരു മുസ്ലിയാർ പറയുന്നത് കാണുക: വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാത്താണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. അവൻ കാത്താണെന്ന് ഹുക്മു ചെയ്യപ്പെടും. പഠിച്ചോളി. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ഈ മുസ്ലിയാക്കന്മാർ ഈ സമുദായത്തെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്ന് ചിന്തിക്കുക. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താലും അത് ശിർക്കാവില്ല എന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഇവർക്കെങ്ങനെ മക്ബറകളിൽ സുജൂദ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ കഴിയും? സുഹൃത്തെ, താങ്കളും ഇത്തരത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താലും അത് ശിർക്കാവില്ല എന്ന് പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ അനുയായിയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാൻ തയ്യാറാവുക. നമ്മുടെ അമലുകൾ മാത്രം നമുക്ക് ബാക്കിയാകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന ബോധത്തിൽ നാം പ്രവർത്തിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.